ഹായ് ഹലോ വെൽക്കം ടു ഇ കെ മല്ലു ഫാമിലി. ഇന്ന് ഒരു മീൻ കറിയാണ് നമ്മൾ വെക്കാൻ പോണത്. ഏട്ടയാണ് മീനായിട്ട് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. ഒരു 2 കിലോളം ഏട്ടയാണ് നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ മെയിൻ ഷെഫ് അമ്മ വന്നേക്കിട്ടുണ്ട്. സാധനങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മളിവിടെ എടുത്തേക്കുന്നത് 5 വലിയ കുടംപുളി, 2 വലിയ പീസ് ഇഞ്ചി, 5 പച്ചമുളക്, 1 പിടി കറിവേപ്പില, 10 അല്ലി ചുവന്നുള്ളി. പൊടികളായിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്ക് ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ ചിരണ്ടിയത്. ഈ ഒരു ചട്ടിയാണ് ഈ കറി വെക്കാനായിട്ട് എടുക്കുന്നത്. അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളത്തിനകത്തേക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും. അതായത് നമ്മുടെ ഇഞ്ചി, അരിഞ്ഞു വെച്ചേക്കണ ഇഞ്ചി, പിന്നെ പുളി, കുടംപുളി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്. ഇനി പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം തന്നെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. പിന്നെ മെയിനായിട്ടുള്ളതാണ് ഉപ്പ്. ഉപ്പില്ലാതെ ഒരു കളിയില്ല അല്ലേ. നമ്മുടെ കറി വെക്കുമ്പോൾ അതിന് ടേസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പിൻ്റെ മെയിൻ ഒരു ഘടകമാണ്. ഉപ്പ് കറക്റ്റായാൽ തന്നെ കറി നല്ല അടിപൊളിയായി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി മൂടി വെക്കാം. നല്ലൊരു തിള വേണം. തിള വന്നതിന് ശേഷമാണ് നമ്മൾ മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ എല്ലാം തന്നെ ചട്ടിനകത്തേക്ക് ഇട്ട് മീനൊക്കെ ഇട്ട് ഇനി അതിൻ്റെ മേലേക്ക് ഈ വെള്ളം അങ്ങോട്ട് ഒഴിക്കുക. വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നല്ലൊരു തിള വന്നു. അപ്പോൾ അതുവരെ നമുക്കിത് മൂടി വെക്കാം. ഇപ്പം നമ്മുടെ ഏട്ട നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു തിള വരുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യാം. നമ്മളിനി ഒരു ചട്ടി വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഈ ഒരു നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ ചുവന്നുള്ളി നമ്മൾ അതിനകത്തേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചുവന്നുള്ളി ഒന്ന് വഴണ്ടിട്ടുണ്ട്, ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വേപ്പില നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്യണേണ്. മുളക് പൊടി ഒരു 1 2 3 ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് 1 സ്പൂൺ കുരുമുളക് പൊടി, 2 പൊടികളാണ് ആഡ് ചെയ്യുന്നത്. ഒന്ന് മുളക് പൊടിയും കുരുമുളക് പൊടിയും. മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂണും കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂണുമാണ്. നമ്മൾ അരപ്പ് ഇവിടെ നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഈ അരപ്പെടുത്തിടുക, നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നമ്മൾ കുറച്ച് ആ മീൻ വറ്റിച്ചതിൻ്റെ വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണേന്. വറ്റിച്ച വെള്ളം തന്നെയാണ് കേട്ടോ, വേറെ വെള്ളമൊന്നുമല്ല നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കണത്. ആ വറ്റിച്ച വെള്ളം തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളം കയറിയാലും പിന്നെ അത് വറ്റിക്കാനും ആ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ പോകും. അപ്പോൾ നമ്മൾ ആ വറ്റിച്ച വെള്ളം തന്നെ എടുക്കുക. നല്ലൊരു തിള വരിക. നല്ല തിള വരുമ്പോൾ നല്ല ഒരു തിള വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു അരപ്പ് ഈ ഒരു മീത്തിലേക്ക് ഇടണേണ്. ഓക്കെ, ആ മീത്തിലേക്ക് നമ്മൾ ഈ മീൻ ചുറ്റിക്കണേണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കയ്യിൽ കൊണ്ട് ഒരിക്കലും ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് മീൻ കഷ്ണങ്ങളെല്ലാം തന്നെ മറിച്ചിട്ടതിന് ശേഷം ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്ത് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കുടംപുളി ഇട്ട് വെച്ച ഏട്ട മീൻകറി. അപ്പോൾ ഇതിന് ഏട്ടാന്നും കൂരിയെന്നും പല സ്ഥലങ്ങളിലും പല ഇതായിട്ടാണ് പേര് പറയണത് ഈ ഒരു മീത്തിന്. അപ്പോൾ എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വാച്ചിങ് ഫോർ ദിസ് വീഡിയോ.